ആണ്ടുപട്ടം 7-ാം വാരം വെള്ളി. തിരുവചനം: അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം തിരുവചനം. കുടുംബജീവിതമാണ് ഇന്നത്തെ സുവിശേഷത്തിലെ ചർച്ചാ വിഷയം. കൂടുമ്പോൾ ഇമ്പമുണ്ടായിരുന്ന കുടുംബങ്ങളുടെ എണ്ണം കുറയുന്നതിൻ്റെ തെളിവാണ് കുടുംബ കോടതികളുടെ എണ്ണം കൂടുന്നത്. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ മാത്രം ഇപ്പോൾ 2 കുടുംബ കോടതികൾ ഉണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തുവാൻ പാടില്ല എന്ന ദൈവീക പദ്ധതിയിൽ യേശു ഉറച്ചു നിൽക്കുകയാണ്. കുറവുകളും പോരായ്മകളുമുള്ള ഇണയെ, തുണയെ കുറവുകളോടുകൂടി സ്നേഹിക്കുക. യേശു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. ഇതാണ് കുടുംബജീവിതം നയിക്കുന്നവരുടെ ദൈവവിളി. ഇണയും തുണയും വിശുദ്ധ ത്രേസ്യയുടെ മാതാപിതാക്കന്മാരെ പോലെ ആയിരിക്കണമെന്ന് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ വിശുദ്ധ മോണിക്ക നമുക്ക് ഇവിടെ നല്ലൊരു മാതൃക നൽകുന്നുണ്ട്. മോണിക്കയുടെ ഭർത്താവ് പട്രീഷ്യസ് അവിശ്വസ്തനും അസന്മാർഗിയുമായിരുന്നു. മോണിക്ക അഗസ്റ്റിനു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പട്രീഷ്യസിന് വേണ്ടിയും തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ക്രൂരമായ പെരുമാറ്റങ്ങൾക്ക് പകരം മോണിക്ക കൊടുത്തത് ആദരവും സ്നേഹവുമാണ്. അവസാനം പ്രാർത്ഥനയുടെ ശക്തി വിജയിച്ചു, കരുണയും സ്നേഹവും വിജയിച്ചു. പട്രീഷ്യസ് മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന് ഒരു പുതിയ മനുഷ്യനായി. കുടുംബ പ്രശ്നങ്ങൾ മുറുകുമ്പോൾ, ബന്ധങ്ങൾ താളം തെറ്റുമ്പോൾ നമുക്ക് വിശുദ്ധ മോണിക്കയുടെ മാതൃകയിലേക്ക് കടക്കാം. മോണിക്കയുടെ മധ്യസ്ഥ സഹായം നമുക്ക് അപേക്ഷിക്കാം.